നമസ്കാരം. എത്യോപ്യയിലെ ഹെയ്ലി ഗുബി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചപ്പോൾ നമുക്ക് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു സാധാരണ വാർത്ത മാത്രമായിരുന്നു. എത്രയോ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതല്ലാതെ അതിന് അധികം പ്രാധാന്യം ആദ്യഘട്ടത്തിൽ നമ്മൾ ആരും തന്നെ നൽകിയിരുന്നില്ല. എന്നാൽ പിന്നീടാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവുന്നത്. ഈ അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഫലമായിട്ട് ഉയരുന്ന ചാരവും മറ്റുമൊക്കെ തന്നെ അത് നേരെ ഇന്ത്യയിലേക്കും എത്തുന്നു എന്നുള്ളതാണ് ആ ഒരു വാർത്ത. ശരിക്കും പറഞ്ഞാൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും സങ്കല്പിക്കാത്ത ഒന്നായിരുന്നു. ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറമുള്ള എത്യോപ്യയിൽ ഒരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായാൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്ത്യയിൽ എങ്ങനെ പറന്നെത്തി നമ്മുടെ രാജ്യത്തിന് ഒരു പ്രശ്നമായി മാറും എന്നുള്ള ഒരു ചിന്ത ഉയർന്നു. പക്ഷേ വളരെ കൃത്യമായി തന്നെ നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ തന്നെ ഇതിൻ്റെ സാധ്യതകൾ കണ്ടെത്തുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രാജസ്ഥാൻ വഴി ഇവ ഇന്ത്യയിലേക്ക് കടന്നു വരികയും ചെയ്തു. ഡൽഹി പോലെയുള്ള നഗരങ്ങളിലൊക്കെ തന്നെ നിലവിൽ അന്തരീക്ഷ മലിനീകരണം കാരണം ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ഈ ഒരു പൊടിപടലങ്ങൾ നേരെ ഇന്ത്യയിലേക്കും കടന്നു വന്നത്. ഇത് വല്ലാത്തൊരു അസ്വസ്ഥത കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ സൃഷ്ടിച്ചിരുന്നു. എത്രയോ വിമാന സർവീസുകളാണ് ഒറ്റയടിക്ക് റദ്ദാക്കേണ്ടി വന്നത്. ഈ പൊടിപടലങ്ങൾ വരുന്ന മാർഗത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ വിമാനങ്ങളും അടിയന്തരമായി റദ്ദാക്കുകയും യാത്ര പുറപ്പെട്ട കണ്ണൂരിൽ നിന്നുള്ള വിമാനങ്ങൾ പോലും അടിയന്തരമായി നിലത്തിറക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി പോലും ഉണ്ടായി. ഏതായാലും ഒരു ദിവസത്തെ ആശങ്കയ്ക്ക് മാത്രമേ വകയുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഈ പൊടിപടലങ്ങൾ ഇവിടെ നിന്ന് ചൈനയിലേക്ക് ഇപ്പോൾ പോയി എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത് ഇന്ത്യയുടെ വ്യോമാതിർത്തി കടന്ന് ചൈനയിലേക്ക് പോയത് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഏതായാലും അത് കാരണം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി എങ്കിലും അടിസ്ഥാനപരമായി വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ സൃഷ്ടിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അത്രയും ഉയരത്തിലാണ് ഈ പൊടിപടലങ്ങൾ വന്നിരുന്നത് എന്നുള്ളത് കൊണ്ടാണ് വിമാനങ്ങൾ അടിയന്തരമായി നിലത്തിറക്കാൻ ആവശ്യപ്പെട്ടത്. കാരണം ആ വിമാനങ്ങളുടെ സഞ്ചാരപഥത്തെയും അവയുടെ പ്രവർത്തനത്തെയൊക്കെ തന്നെ ഒരുപക്ഷെ ഇത് ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെയാണ് വിമാനങ്ങൾ അടിയന്തരമായ സർവീസ് നിർത്തിവെച്ചത്. നിരവധി അന്താരാഷ്ട്ര വിമാന സർവീസുകളും അതുപോലെ തദ്ദേശീയമായി നടത്തുന്ന വിമാന സർവീസുകളൊക്കെ തന്നെ ഇതിൻ്റെ ഫലമായി നിർത്തിവെക്കുകയായിരുന്നു. പൊടിപടലങ്ങൾ സഞ്ചരിക്കുന്നത് 25,000 അടി ഉയരത്തിലാണെന്ന് നമ്മൾ ഓർക്കുക. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത് ഭൂമിയിലേക്ക് നേരിട്ട് എത്തി ഇവിടെ മറ്റു തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തത്. അതുപോലെ വലിയൊരു മഴ പെയ്യുകയോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ ഇത് നമുക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേനെ. കാരണം ഈ ലോഹങ്ങളും പൊടിയും പൊടിപടലങ്ങളും എല്ലാം കൂടെ ചേർന്ന് മഴയിൽ കൂടിക്കൊഴിഞ്ഞ് താഴേക്ക് പതിക്കുകയാണെങ്കിൽ അത് പ്രകൃതിക്ക് ഒരുപാട് ദോഷം വരുത്തുമെന്ന് മാത്രമല്ല മനുഷ്യർക്കുമൊക്കെ തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നായിരുന്നു. ഏതായാലും വലിയൊരു ഭീഷണി ഒഴിഞ്ഞു കിട്ടി എന്നുള്ള ആശ്വാസത്തിലാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും. തിങ്കളാഴ്ച വൈകിട്ട് 8 മണിയോടുകൂടിയാണ് ഇത് ഇന്ത്യയിലേക്ക് കടന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത് ചൈനയിലേക്ക് പോവുകയും ചെയ്തത്. 12,000 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും മറ്റൊരു സവിശേഷത. 12,000-ഓളം വർഷങ്ങൾ നിശ്ചലമായി കിടന്ന ഒരു അഗ്നിപർവ്വതം പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ഇത്രയും വലിയ ഒരു തോതിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തുക എന്നുള്ളത് ഭാവിയിൽ ഇത്തരത്തിൽ സംഭവിക്കാനിരിക്കുന്ന നിരവധി അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെയൊക്കെ തന്നെ ഒരു മുന്നോടിയായിട്ട് വേണം കണക്കാക്കാൻ. ഭൂമിയുടെ അടിയിൽ തിളച്ച് മറിയുന്ന മാഗ്മ എന്ന, അതായത് പാറക്കെട്ടുകളും മറ്റുമൊക്കെ ഉരുകിയുണ്ടായ മാഗ്മ എന്ന ആ ദ്രാവകം ഭൂമിയിലെ വിടവുകളിലൂടെ ശക്തമായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഭൂമിയിലേക്ക് പുറത്തേക്ക് കടന്നു വരികയും അങ്ങനെ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് സാധാരണ ഇതിൽ നമ്മൾ അഗ്നിപർവ്വത സ്ഫോടനം എന്ന് പറയാറുള്ളത്. ലോകത്ത് നിരവധി അഗ്നിപർവ്വതങ്ങളുണ്ട്. ചിലത് എന്നേക്കുമായി നിശ്ചലമായവയാണ്, മറ്റു ചിലതാണെങ്കിൽ ഇപ്പോഴും സജീവമാണ്. അവയിൽ നിന്ന് ഇപ്പോഴും തീയും പുകപടലങ്ങളും ഒക്കെ തന്നെ ഉയരുന്നുണ്ട്. പക്ഷേ 12,000 വർഷം കൊണ്ട് നിശ്ചലമായി കിടന്ന ഒരു അഗ്നിപർവ്വതം എത്യോപ്യയിൽ പെട്ടെന്ന് ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കൂടെ കരുതിയിരിക്കേണ്ടതാണ് എന്ന് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത് തരുന്നത്. കാരണം 12,000 വർഷങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യൻ എന്നുണ്ടായി എന്ന് പോലും നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാലഘട്ടത്തിനൊക്കെ മുമ്പാണോ അതിന് ശേഷമാണോ ഈ അഗ്നിപർവ്വത സ്ഫോടനം അന്നുണ്ടായത് എന്നുള്ളത് ഒരു സ്വാഭാവികമായ ചോദ്യമാണ്. അതിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല ഏഷ്യൻ രാജ്യങ്ങളിലും അഗ്നിപർവ്വതങ്ങളൊന്നും തന്നെ ഇല്ല. ഇത് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലുമാണ് ഈ അഗ്നിപർവ്വതങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്. പക്ഷേ അവിടെ ഉണ്ടായ ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനം അത് ഇന്ത്യയെ പോലും ദോഷകരമായി ബാധിച്ചു എന്ന് പറയുമ്പോൾ കാറ്റിനൊപ്പമാണ് ഈ പൊടിപടലങ്ങളും മറ്റുമൊക്കെ നമ്മുടെ രാജ്യത്തേക്കും കടന്നു വന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഭാവിയിലും ഇത്തരത്തിലുള്ള അഗ്നിപർവ്വതങ്ങൾ പൊട്ടുമ്പോൾ നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടി വരും എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന തന്നെയാണ് ഈ ഒരു അഗ്നിപർവ്വത സ്ഫോടനം നമുക്ക് നൽകുന്നത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് യാതൊരു കുഴപ്പവും സംഭവിക്കാതെ കടന്നുപോയി എന്നതിൽ നമുക്ക് ആശ്വസിക്കാം. ചൈനയെ സംബന്ധിച്ച് ചൈനയിൽ ഒരുപാട് അന്തരീക്ഷ മലിനീകരണവും മറ്റ് പ്രശ്നങ്ങളുമൊക്കെ ഉള്ളൊരു രാജ്യമാണ്. അവിടെ ഒരുപാട് ഫാക്ടറികളുള്ള സ്ഥലമാണ്. അവരെ ഇതെങ്ങനെ ബാധിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഏതായാലും ചൈനയും ഇതിനെ നേടാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.